ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ അഞ്ചൽപ്പെട്ടി പരിപാടിയിലേക്ക് സാദരം സ്വാഗതം. റേഡിയോ ജൻവാണി 90.8 FM പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ അഞ്ചൽപ്പെട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27 അല്ലേ? അതെ, ഏപ്രിൽ 27 തിങ്കളാഴ്ച. അപ്പോൾ ഏപ്രിലിലെ അവസാനത്തെ അഞ്ചൽപ്പെട്ടി പരിപാടിയാണ് ഇന്നിപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ അത് മെയ് മാസത്തിലേക്ക് നീങ്ങുന്നു, അടുത്ത അഞ്ചൽപ്പെട്ടി. ശരി, ഇന്നത്തെ അഞ്ചൽപ്പെട്ടിയിൽ ചില അറിയിപ്പുകൾ, പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെ നൽകാൻ, ശ്രോതാക്കൾക്ക് അറിയുവാൻ വേണ്ടി പറയുവാൻ പ്രോഗ്രാം ഡെസ്കിൽ നിന്ന് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവസാനം പറയാം അല്ലേ? അതെ. നമുക്ക് ഏതായാലും അഞ്ചൽപ്പെട്ടിയിലേക്ക് ആവശ്യമായ കത്തുകളൊക്കെ ഉണ്ട് അല്ലേ? കുറച്ചൊക്കെ കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. 2 കാർഡുകൾ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ കയ്യിലും കാർഡുകളുണ്ട്. 2-3 കാർഡുകൾ അവിടെയും ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ആമുഖം നീട്ടേണ്ടതില്ലെന്ന് തോന്നുന്നു. ആമുഖം നീട്ടി ഒരു കത്ത് വായിക്കാതെ ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകേണ്ട അല്ലേ? ശരി, നമുക്ക് നോക്കാം. കാർഡ് നോക്കാം അല്ലേ? കാർഡുകൾ വായിക്കാം. അഞ്ചൽപ്പെട്ടിയിലേക്ക് എന്നെഴുതി തുടങ്ങുന്ന ഒരു എഴുത്തുണ്ട്. വാശി നാശത്തിൻ്റെ മുന്നറിയിപ്പാണ്. ഏപ്രിൽ 12 ഞായറാഴ്ച രാവിലെ 7 പ്രൊഫസർ ജെ ജേക്കബ് സാർ അവതരിപ്പിച്ച വാരാന്ത്യ ലോകവാർത്ത അവലോകനം കേട്ടപ്പോഴാണ് ഈ പഴഞ്ചൊല്ല് ഓർത്തുപോയത്. 40 ദിവസമായി തുടർന്നു വരുന്ന അമേരിക്ക ഇറാൻ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു. ഒന്നിനും പരിഹാരമാകില്ല. ഒരാഴ്ചയിലെ ലോകവാർത്ത ശ്രോതാക്കളിലെ എത്തിക്കുന്ന ജൻവാണിക്കും അഭിനന്ദനങ്ങൾ. PM വാസുദേവൻ നമ്പൂതിരി, പെരുമ്പുള്ളിമന, മുള്ളന്നൂർ, ഒറ്റപ്പാലം. ഒരു വലിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാർഡ് ആരംഭിക്കുന്നത് അല്ലേ? അതെ. വാശി നാശത്തിൻ്റെ മുന്നറിയിപ്പാണ്. അത് PM വാസുദേവൻ നമ്പൂതിരി അങ്ങനെ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിനെ ആസ്പദമാക്കിയാണ്. ലോകമഹായുദ്ധങ്ങൾ 2 കഴിഞ്ഞു അല്ലേ? 1-ാം ലോകമഹായുദ്ധം, പിന്നീട് 2-ാം ലോകമഹായുദ്ധം. ഈ 1-ാം ലോകമഹായുദ്ധത്തിനൊക്കെ മുമ്പ് എല്ലാ പ്രദേശത്തും രാജഭരണം നിലനിൽക്കുന്ന കാലത്ത് വിവിധ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന അല്ലേ? എത്രയോ ചരിത്ര വസ്തുതകൾ, ചരിത്ര പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ നിന്നും നമ്മൾ വീണ്ടും മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നതാണ് ചരിത്രപാഠം എന്ന് പറയാറുണ്ട്. ലോക ജനതക്ക്, ലോകത്തിനാകെ വിനാശം വരുത്തുന്ന യുദ്ധം അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അതെ. അമേരിക്കയും ഇറാനുമാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ അടുക്കളകളിൽ അതിന്റെ ഫലം കാണുന്നുണ്ട്. ഗ്യാസ് ഉണ്ടോ വീട്ടിലൊക്കെ? ഇപ്പോഴുണ്ട്. മുടക്കം കൂടാതെ കിട്ടാറുണ്ട്. നമ്മുടെ സ്ഥിതിയൊക്കെ 45 ദിവസം കഴിഞ്ഞേ ബുക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിന്റെ അടുക്കളകളിൽ തീ പുകയണമെങ്കിൽ ഗ്യാസ് വേണ്ടേ? അത് കിട്ടുന്നില്ല, വേണ്ടത്ര കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാര്, നമ്മുടെ വീടുകളിലെ കുട്ടികൾ, നമ്മളൊക്കെ ഇതിന്റെ സങ്കടം അനുഭവിക്കുകയാണ്. യുദ്ധം അങ്ങ് വിദൂരത്തിലാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ ഉള്ളതിനേക്കാൾ കെടുതി സാധനങ്ങളുടെ വില കയറുന്നു. സാധനങ്ങൾ കിട്ടാനില്ല. ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഹോട്ടലൊക്കെ അടച്ചുപൂട്ടുന്നു. അതിഥി തൊഴിലാളികൾ തിരിച്ചു പോകുന്നു, ജോലിയില്ല. അപ്പോൾ ഇത് വലിയൊരു കെടുതി തന്നെയാണ്. ആ ഒരു കാര്യമാണ് വാസുദേവൻ നമ്പൂതിരി ഇവിടെ ഉണർത്തിയിരിക്കുന്നത്. വാശി നാശത്തിന്റെ മുന്നറിയിപ്പാണ്. ഇങ്ങനെയൊരു നാശം നമുക്ക് വേണോ? വേണ്ട. ഇനിയൊരു യുദ്ധം വേണ്ടി ഇവിടെ എന്ന് നമ്മളൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടക്കാറുണ്ടല്ലേ? അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ഏതായാലും നമ്മുടെ വാരാന്ത്യ ലോകവൃത്താന്തം അവതരണത്തെ തുടർന്നാണ് വാസുദേവൻ നമ്പൂതിരി ഇങ്ങനെ ചിന്തിച്ചതും ഇങ്ങനെ പറഞ്ഞതും കത്തയച്ചതും അല്ലേ? ഏതായാലും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകേണ്ടതുണ്ട്. എങ്കിൽ പോലും ഒരു വലിയ വസ്തുത, ഒരു വലിയ സത്യം ഓർമ്മിപ്പിച്ച വാസുദേവൻ നമ്പൂതിരിക്ക്, എഴുത്തയച്ച വാസുദേവൻ നമ്പൂതിരിക്ക് കൃതജ്ഞത പറയാം. ഓമനിക്കാൻ ഓർമ്മ വെക്കാൻ എന്ന പടത്തിലെ പുടവഞ്ഞെറിയ പുഴതൻ തീരം എന്ന ഗാനത്തോടു കൂടി തുടങ്ങി, പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന പടത്തിലെ ഉദയം ചൊരിയും പ്രഭ ചൊരിയും എന്ന അടിച്ചുപൊളി ഗാനത്തോടു കൂടി സമാപിച്ച മാർച്ച് 15 ഒറിജിനൽ ട്രാക്കിലെ ഓരോ ഗാനവും ശ്രുതി മധുരമായി. നല്ല ഗാനങ്ങളായിരുന്നു. പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ. പന്താവൂരിലെ റേഡിയോ കുടുംബം
ആബിദ വാഹിദ്, സഹല അൻവർ, വാജിദ്, ഹാദി മുഹമ്മദ്, ദുആ മറിയം, ഹാനി ആദം, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അപ്പോൾ കുഞ്ഞിപ്പയുടെ കാർഡാണ് ഞാൻ വായിച്ചത്. കുഞ്ഞിപ്പയുടെ കാർഡാണോ അവിടെ ഉള്ളത്? എൻ്റെ കയ്യിലും കുഞ്ഞിപ്പയുടെ ഒരു കാർഡുണ്ട്, വായിക്കാം. അത് വായിക്കൂ, എന്നിട്ട് ഒന്നിച്ച് നമുക്ക് പറയാം. മാർച്ച് 27 ലോക നാടക ദിനം. 1961 രാജ്യാന്തര വിഡ്ഢി ദിനം. സ്പെയിനിൽ 2 വിമാന ദുരന്തം നടന്ന ദിനം. ലൂയി 17 ജന്മദിനം. ലക്ഷ്മി എൻ മേനോൻ ചരമദിനം. മാരത്തോൺ ഓട്ടം. അഹമ്മദ് ഖാൻ ജന്മദിനം തുടങ്ങി 29 കാര്യങ്ങൾ പുറത്തുവിട്ട ദിനവൃത്താന്തം ശക്തമായി. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കുഞ്ഞിപ്പയുടെ 2 കാർഡുകളാണ് കിട്ടിയത് അല്ലേ? കുഞ്ഞിപ്പയുടെ 2 കാർഡുകളിലും ഒന്നിലിപ്പോൾ ഞാൻ വായിച്ചതിൽ ഒറിജിനൽ ട്രാക്കിനെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. അവിടെ ദിനവൃത്താന്തത്തിൽ 2 പരിപാടികളെ കുറിച്ച് 2 കാർഡുകളിൽ പതിവ് പോലെ കുഞ്ഞിപ്പ വളരെ ഹ്രസ്വമായി, വളരെ കാര്യമാത്ര പ്രസക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലേ? കുഞ്ഞിപ്പയുടെ കത്ത്, ഈ എഴുത്തിനൊരു പ്രത്യേകതയുണ്ട്. കാർഡിന്റെ ക്ഷാമമുള്ളത് കൊണ്ട് കുഞ്ഞിപ്പ വാട്സാപ്പിലാണ് അയച്ചത് അല്ലേ? അപ്പോൾ ഇപ്പോൾ വീണ്ടും കാർഡ് ലഭിച്ചിരിക്കുന്നു. തന്റെ ആ ശീലം പാലിക്കാൻ തന്നെ കുഞ്ഞിപ്പ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി എന്ന് നമ്മൾ വാക്ക് ഉപയോഗിക്കുമല്ലോ, ഉണ്ട്. കുഞ്ഞിപ്പ കാർഡിൽ എഴുതുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ കാർഡ് തൽക്കാലം കിട്ടുന്നില്ലെങ്കിലും കത്തെഴുത്ത് മാറ്റി വെക്കാൻ കുഞ്ഞിപ്പക്കാവില്ല അല്ലേ? പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് കൊന്നമരം പറഞ്ഞതുപോലെയാണ് കുഞ്ഞിപ്പക്ക് എഴുതാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മനസ്സോടെയാണെങ്കിലും വാട്സപ്പിൽ അദ്ദേഹം കത്തയച്ചു കഴിഞ്ഞ കുതി. അപ്പോൾ ഇപ്പോൾ കാർഡ് കിട്ടിയിരിക്കുന്നു, സന്തോഷം, ബഹുസന്തോഷം അല്ലേ? കുഞ്ഞിപ്പയുടെ കാർഡ് എഴുത്ത് ശീലം തുടരട്ടെ. നമ്മുടെ അഞ്ചൽപ്പെട്ടി പരിപാടി ധന്യമാകുവാൻ കുഞ്ഞിപ്പയുടെ കാർഡുകൾ ഏറെ സഹായിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത കത്ത് വായിച്ചോളൂ. അടുത്ത കത്ത്, ഹെൽത്ത് ഈസ് വെൽത്ത്. ശരിയാണ്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. അപ്പോഴാണ് മേലെഴുതിയ പഴമൊഴി ഓർമ്മ വന്നത്. ഈ കത്തെഴുതാൻ കാരണം ജൻവാണിയിൽ ആഴ്ചയിൽ 2 ദിവസം ഒരു ഡോക്ടറെ ഉൾപ്പെടുത്തി വിവിധ രോഗങ്ങളെക്കുറിച്ച് തത്സമയ പ്രക്ഷേപണം ആരംഭിച്ചാൽ അത് ശ്രോതാക്കൾക്ക് വളരെ ഉപകാരപ്രദവും അനുഗ്രഹവുമാകും. ഇത് നടപ്പിൽ വരുത്തുമെന്ന് 100% വിശ്വസിക്കട്ടെ. PM വാസുദേവൻ നമ്പൂതിരി, പെരുമ്പുള്ളിമന, മുളന്നൂർ, ഒറ്റപ്പാലം. ഇപ്പോൾ വാസുദേവൻ നമ്പൂതിരിയുടെ മറ്റൊരു എഴുത്താണത് അല്ലേ? അതെ, ഒരു എഴുത്ത് വായിച്ചല്ലോ. ഏതായാലും ഒരു ആമുഖത്തോടെ, ഒരു ചൊല്ലോടെ, അല്ലെങ്കിൽ ഒരു ശൈലിയോടെയാണ് അദ്ദേഹം എഴുത്തുകൾ ആരംഭിക്കുന്നത്. വാശി നാശത്തിന്റെ മുന്നറിയിപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് ധനം. നമ്മൾ പണ്ടൊക്കെ കോപ്പി എഴുതി പഠിച്ച ഒരു കാര്യമുണ്ട്, എന്താണ്? വിദ്യാധനം സർവധനാൽ പ്രധാനം അല്ലേ? എന്നാൽ വിദ്യാധനം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. എന്നാൽ ആരോഗ്യമില്ലെങ്കിലോ? അതിനേക്കാൾ പ്രാധാന്യം ആരോഗ്യത്തിനാണ്. ചുവരില്ലെങ്കിൽ ചിത്രം വരയ്ക്കാനാവില്ല എന്നാണ്. നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആരോഗ്യം നശിച്ചുപോയാൽ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് കേൾക്കാനും പറയാനും ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്, നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാണ് വാസുദേവൻ നമ്പൂരി ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അടുത്ത കാർഡ് വായിക്കാം. പറഞ്ഞോളൂ. ജൻവാണി നിത്യവും രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന ദിനവൃത്താന്തം മുടങ്ങാതെ കേൾക്കുന്നവരാണ് ഞാനും കുടുംബവും. പല കാര്യങ്ങൾ അറിയുവാനും പഠിക്കാനുമുണ്ട്. ഏപ്രിൽ 7, 8 തീയതികളിൽ 2 പ്രധാന സംഭവങ്ങൾ വിട്ടുപോയി. അതായത് ഏപ്രിൽ 7 നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മദിനമായിരുന്നു. 8 അനശ്വര ഗായകൻ AM രാജ 1989 ഈ ദിവസമാണ് ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. ദിനവൃത്താന്തത്തിൽ കൂടുതൽ മലയാള സിനിമ സാഹിത്യ സംഭാവനകൾ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. PM വാസുദേവൻ നമ്പൂതിരി, പെരുമ്പുള്ളിമന, മുളന്നൂർ, ഒറ്റപ്പാലം, പാലക്കാട്. ഈ ജന്മദിനവും ചരമദിനവും ചില വ്യക്തികളുടേത് പല തീയതികളിലായി പ്രത്യേകിച്ച് പ്രേം നസീറിന്റെ പരാമർശിക്കപ്പെടുന്നു അല്ലേ? അപ്പോൾ ദിനവൃത്താന്തത്തിൽ പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം. അത് കുട്ടികളൊക്കെ കേട്ട് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, പല പരീക്ഷകൾക്കും എഴുതാൻ ഉപകരിക്കുന്നു എന്ന് പറയുന്നു അല്ലേ? അപ്പോൾ ദിനവൃത്താന്തത്തിലൊരു വസ്തുത പറഞ്ഞാൽ അത് കൃത്യമായ വസ്തുതയാണ് എന്ന് ശ്രോതാക്കൾ ധരിക്കും. അതുകൊണ്ട് തന്നെ സംശയലേശമെന്നേ പറയാൻ സാധിക്കുന്നതേ ദിനവൃത്താന്തത്തിൽ പറയാറുള്ളൂ അല്ലേ? അത്തരം കുറിപ്പുകൾ മാത്രമേ ശ്രീ ജിതേന്ദ്രൻ പൊതുവാച്ചേരി നമുക്ക് അയക്കാറുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ഏറെ നാളത്തെ ജ്ഞാനസബരിയുടെ ഒരു ഉൽപ്പന്നമാണ് ദിനവൃത്താന്തത്തിൻ്റെ കുറിപ്പുകൾ അല്ലേ? അതുകൊണ്ട് തന്നെ അത്തരം സംശയമുണ്ടാകുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒഴിവാക്കും. നസീറിൻ്റെ ജന്മദിനം, ചരമദിനം ഒക്കെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി പല തീയതികളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ അതുപോലെ തന്നെ അത് ഓർമ്മിപ്പിച്ചത് നന്നായി അല്ലേ? അപ്പോൾ ദിനവൃത്താന്തം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ടീച്ചേഴ്സൊക്കെ, അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഏതെങ്കിലും കുട്ടി അവിടെ ബോർഡിലൊക്കെ എഴുതുന്നത് അത് ഒഴിഞ്ഞുപോയി അക്ഷരം, നീ നോക്കുന്നുണ്ട് അല്ലേ, ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാനത് പിശകി എഴുതിയത് എന്ന് പറയാറുണ്ട് അല്ലേ? അതുപോലെ ദിനവൃത്താന്തം ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് PM വാസുദേവൻ നമ്പൂതിരിയുടെ ഈ ഒരു എഴുത്ത്. വാസുദേവൻ നമ്പൂരി ഒരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു, ശ്രദ്ധിച്ചില്ലേ? അതെ, ശ്രദ്ധിച്ചു. ഡോക്ടറെ
കൊണ്ടുവരണം എന്നല്ലേ? അതായത് ഡോക്ടറുടേതായാലും ഏതായാലും ഒരു ആരോഗ്യ പരിപാടി അല്ലേ, ആഴ്ചയിൽ 2 ദിവസമോ മറ്റോ ഒരു ആരോഗ്യ പരിപാടി വേണം, അത് നല്ലതാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നല്ല കാര്യം നല്ലത് തന്നെയാണ്. ഏതായാലും ആ നിർദ്ദേശം, ആ ഒരു അഭ്യർത്ഥന നമുക്ക് പ്രോഗ്രാം ഡെസ്കിലേക്ക് അയക്കാം അല്ലേ. അങ്ങനെയുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടികളിൽ മാറ്റം വരുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അന്വേഷിക്കാമല്ലോ അല്ലേ. ശരി, ഏതായാലും ആ നിർദ്ദേശം നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കത്തിലേക്ക് പോകാം. അടുത്തത് വാട്സപ്പ് സന്ദേശങ്ങളാണ്. വാട്സപ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 17-ാം തീയതിയിലെ ദിനവൃത്താന്തത്തെക്കുറിച്ച് പ്രേമന്റെ പരാമർശമാണ് കാണുന്നത് അല്ലേ. ചില ദിനവിശേഷങ്ങൾ, അതായത് ഹീമോഫീലിയ ദിനം, ബാറ്റ് അപ്രൈസിയേഷൻ ഡേ തുടങ്ങിയ ദിനവിശേഷങ്ങൾ, ഇൻഡസ് ബാങ്ക് പ്രവർത്തനം തുടങ്ങിയ ദിനം, നേപ്പാൾ ബഹിരാകാശ പട്ടികയിൽ അംഗമായ ദിനം, അങ്ങനെ ദിനവിശേഷങ്ങൾ, മണിലാം ദിവാൻ തുടങ്ങിയവരുടെ ജന്മദിനം, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ ജന്മദിനം, ഇതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 17-ാം തീയതി ഗാനമഞ്ജരിയെക്കുറിച്ച് പ്രേമൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കണ്ടവരുണ്ടോ എന്ന സിനിമയിലെ ഗാനങ്ങളായിരുന്നു അന്ന്, എല്ലാം ഇഷ്ടഗാനങ്ങൾ എന്നായിരുന്നു പ്രേമൻ പറയുന്നത്. തുടർന്ന് അല്പം വിശദമായി എഴുതിയ ഒരു എഴുത്തുണ്ട്. ആദ്യമാർക്കെല്ലാം സ്നേഹത്തിൽ പൊതിഞ്ഞ വിഷു ആശംസകൾ പാർസലായി അയക്കുന്നു, സ്വീകരിച്ചാലും. വിഷു പരിപാടികൾ എല്ലാം ആസ്വദിച്ച് കേട്ടു. അതിൽ ശ്രീവിദ്യ ചേച്ചിയുടെ ഉച്ചപ്പാട്ടുകൾ എല്ലാം വളരെ നല്ല പാട്ടുകളായിരുന്നു. ഉറക്കം വരാത്ത ചില രാത്രികളിൽ രജനീഗന്ധിയും നിശാഗന്ധിയും ഒക്കെ കേൾക്കും. കാലത്തും വൈകിട്ടും പ്രക്ഷേപണം ചെയ്യുന്ന തമിഴ് വാണിയും മുടങ്ങാതെ കേൾക്കും. നിർമ്മൽ മയ്യഴി സാർ സെലക്ട് ചെയ്യുന്ന തമിഴ് പാട്ടുകൾ എല്ലാം രൊമ്പ നല്ല പാട്ടുകൾ. അവർക്ക് എൻ മനമാന്ത നന്ദി. വാഴ്ക ജൻവാണി. അൻപുടൻ, കോട്ടയം ബാബു, ബാബൂസ് ക്രിയേഷൻസ്, നട്ടാശ്ശേരി, കോട്ടയം. എഴുത്ത് ആരുടേതാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി, കോട്ടയം ബാബുവിൻ്റെ അല്ലേ. പക്ഷേ ഈ എഴുത്തിൽ അല്പം ഒരു ചേരായ്മ ഉണ്ട്, കണ്ടോ, ശ്രദ്ധിച്ചോ? സാധാരണ നമ്മൾ ആശംസകൾ എപ്പോഴാണ്? ഓണാശംസകൾ ഓണം കഴിഞ്ഞാലാണോ ഓണത്തിന് മുന്നെയാണല്ലോ. അതുപോലെ വിഷു അല്ലേ, പരിപാടികളൊക്കെ ആസ്വദിച്ച് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ വിഷു കഴിഞ്ഞിട്ടാണല്ലോ. ഏതായാലും ആശംസകൾ കഴിഞ്ഞാലും മുന്നേ ആയാലും നമ്മളത് ഹൃദയപൂർവ്വം മുഴുവൻ ആശംസിക്കാം, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു അല്ലേ, ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, അങ്ങോട്ടും ആശംസകൾ നേരുന്നു. വിഷുവിന്റെ ആ ഒരു തോന്നലില്ല, ആഘോഷ മൂഡിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് വിഷു പരിപാടികൾ ആസ്വദിച്ച് കേട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബോധ്യം വന്നത്. ഞാൻ കരുതി ഏതായാലും വിഷു ആശംസകൾ ഇപ്പം വൈകിയാലും കുഴപ്പമില്ല, പക്ഷേ വിഷു പരിപാടികൾ അദ്ദേഹം കേട്ടു. ശ്രീവിദ്യ ചേച്ചിയുടെ എന്നാണ് പറയുന്നത് അല്ലേ, എല്ലാം നല്ല പാട്ടുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ രജനീഗന്ധിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. പിന്നെ ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞത് ഏതാ? തമിഴ് പാട്ടുകളെ, തമിഴ് വാണി. അത് സെലക്ട് ചെയ്യുന്ന നിർമ്മൽ മയ്യഴി സാർ അല്ലേ, അവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. രൊമ്പ നന്ദി എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോട്ടയം ബാബു, താങ്കളുടെ കത്ത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ 17-ാം തീയതി പ്രേമന്റെ ഒരു കത്ത് കൂടിയുണ്ട്. ഗസലുകൾ, ബഹുത് പെഹലെ ഹേ തുടങ്ങിയ പാട്ടുകൾ ഒക്കെ നല്ല ഗസലുകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 18-ാം തീയതി ദിനവൃത്താന്തം, ലോക സർക്കസ് ദിനം തുടങ്ങിയ ദിനവിശേഷങ്ങൾ, സിക്കന്ദർ ഭക്തിൻ്റെ ജന്മദിനം, താൻതിയ തോപ്പി തുടങ്ങിയവരുടെ ചരമദിനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ ആർജെ എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ 18-ാം തീയതി ഗാനമഞ്ജരിയിലെ യാമിനി എന്ന ചിത്രത്തിലെ പാട്ടുകളാണ്. എല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗാനങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിക്കാത്തതാണ്. അതുപോലെ 18-ാം തീയതി നാടകഗാനങ്ങൾ, ചിരിക്കുന്നു, ഒന്ന് ചിരിക്കൂ, ചിത്രശലഭമേ, ചാഞ്ചാടുണ്ണി, ചരിഞ്ഞാടുണ്ണി തുടങ്ങിയ നാടകഗാനങ്ങൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 19-ാം തീയതി ഗാനമഞ്ജരി, ഹണിമൂൺ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ എല്ലാം നല്ല പാട്ടുകൾ എന്ന് പ്രേമൻ പറയുന്നു. 19-ാം തീയതി ആൽബം ഗാനങ്ങളുണ്ടായിരുന്നു. എല്ലാ ആൽബം ഗാനങ്ങളും സൂപ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്ന് മാത്രം എടുത്തു പറയാം. സൗമ്യദീപ്തി എങ്ങും വിതറി, സൗവർണിക തടമുണർന്നു, കനവുകൾ മയങ്ങുന്നു ഈ കണ്ണീർ തീരത്തിനും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ശ്രോതാവ് എഴുതിയ ഒരു എഴുത്താണ്, വായിച്ചോളൂ. ഒറിജിനൽ ട്രാക്ക് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഒറിജിനൽ അല്ല, സിനിമയിൽ ഉപയോഗിച്ചതാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് കൂടാതെ ഉണ്ട്, ഇപ്പോൾ ലഭ്യമാണോ എന്ന് അറിയില്ല. ഈ കത്ത് എഴുതിയിരിക്കുന്നത് സുരേഷ് ഖാനായി. സുരേഷ് ഖാനായി എന്ന ശ്രോതാവാണ് ഇപ്പോൾ എഴുത്തയച്ചിട്ടുള്ളത് അല്ലേ. അതെ, അദ്ദേഹത്തിന്റെ എഴുത്ത് സമീപ ആഴ്ചകളിലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അദ്ദേഹം ഏതായാലും സ്ഥിരം ശ്രോതാവാണ്, ഇടയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ സുരേഷ് ഖാനായിയുടെ എഴുത്ത് ലഭിച്ച ഉടൻ തന്നെ നമ്മൾ അനിൽകുമാറുമായി ബന്ധപ്പെട്ടല്ലോ. അതെ, ആരാണ് ഈ അനിൽകുമാർ? ഒറിജിനൽ ട്രാക്കിന്റെ ആശയവും ആവിഷ്കാരവും അനിൽകുമാർ, കൊല്ലത്തുള്ള അല്ലേ. അപ്പോൾ അനിൽകുമാറുമായി ബന്ധപ്പെടുകയും ഈ സുരേഷ് ഖാനായുടെ വിമർശനം, അതായത് അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും കൂട്ടാതെ, അങ്ങനെ വ്യാപകമായുള്ള കുറവ് വരുത്താതെ അദ്ദേഹം അതിൻ്റെ ഒരു മറുപടി തന്നിട്ടുണ്ട്. അതങ്ങ് വായിച്ചാൽ പോരെ? അതെ, മതി. അപ്പോൾ ശ്രോതാക്കൾക്കും അതൊരു അറിവാകുമല്ലോ അല്ലേ. പ്രിയപ്പെട്ട സുരേഷ് ഖാനായി,
ഒറിജിനൽ ട്രാക്കിനെ കുറിച്ച് താങ്കളുടെ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം അറിയിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏകദേശം 200 എപ്പിസോഡുകളിലായി ഏകദേശം 3000-ഓളം ഗാനങ്ങൾ ഇതിനോടകം ജൻവാണി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടാകും. ഈ ഗാനങ്ങളെല്ലാം തന്നെ എൻ്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുമാണ് ജൻവാണിക്ക് നൽകുന്നത്. സിനിമയിൽ നിന്നെടുത്ത ഓഡിയോ ട്രാക്കാണ് ഒറിജിനൽ ട്രാക്ക്. ലൈവ് പ്രോഗ്രാമൊന്നും ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാറില്ല. ഒറിജിനൽ ഗായകർ തന്നെ പാടിയ ഗാനങ്ങൾ തന്നെ ഉപയോഗിക്കും. 1960 മുതൽ 80 വരെയൊക്കെ സിനിമയിൽ ഉപയോഗിച്ചിരുന്നത് സ്പൂളിൽ റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ അതേപടി തന്നെയായിരുന്നു. അന്ന് ചിത്രീകരണ സമയത്ത് നയാഗ്ര വഴി പ്ലേ ചെയ്തിരുന്നതും ഇതേ ട്രാക്കുകളായിരുന്നു. ആ കാലത്ത് ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ വിനൈൽ ഡിസ്കുകളായിരുന്നു പ്രധാന ആശ്രയം. സ്പൂളിൽ പകർത്തിയിരുന്ന ഗാനങ്ങൾ വിനൈൽ ഡിസ്കിൻ്റെ ദൈർഘ്യപരിമിതിക്ക് വേണ്ടി ഒറിജിനൽ പാട്ടിൽ നിന്നും ചില വരികൾ കളയുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ തന്നെ കളയുകയോ അതല്ലെങ്കിൽ മ്യൂസിക്കിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയോ ചെയ്യും. അത് ചിലപ്പോൾ ആ പാട്ടിൻ്റെ ടോട്ടാലിറ്റിയെ തന്നെ ബാധിക്കും. അതൊഴിവാക്കാനായിട്ടായിരുന്നു സിനിമയിൽ നിന്ന് തന്നെയുള്ള ട്രാക്ക് ഉപയോഗിച്ച് ഈ പ്രോഗ്രാം ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 3000-ഓളം ഗാനങ്ങൾ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പരമാവധി ഗാനങ്ങളും റിപ്പീറ്റ് വരാതെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയിൽ ഉപയോഗിച്ചതും വിനൈൽ ഡിസ്കിൽ വന്നതുമായ ഗാനങ്ങളിൽ വ്യത്യസ്തതയുള്ള ഗാനങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ വന്നിട്ടുള്ള പാട്ടുകളാണ് ഈ പരിപാടിയുടെ ആദ്യ എപ്പിസോഡുകളിൽ ഉപയോഗിച്ചിരുന്നത്. വീണ്ടും വീണ്ടും ഈ ഗാനങ്ങൾ ഉപയോഗിച്ചാൽ ആവർത്തന വിരസത വരും എന്നുള്ളതുകൊണ്ട് പിന്നീട് അവ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിക്കാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള പരിപാടി ആയതുകൊണ്ടും ആളുകൾക്ക് പുതുമ കിട്ടുന്നതിനുമായി ഒറിജിനൽ പാട്ടുകൾ തന്നെയായ വിനൈൽ ഡിസ്കിൽ നിന്ന് വന്ന ഗാനങ്ങളും പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിക്കുന്നു. ഇതാണ് ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്. ഏതായാലും നമ്മുടെ ഒരു ശ്രോതാവ് ഉന്നയിച്ച ഒരു വിമർശനത്തിന് ബന്ധപ്പെട്ട പ്രോഗ്രാം വിഭാഗത്തിൽ നിന്ന് തന്നെ കൃത്യമായ ഉത്തരം ലഭിക്കുന്നു. അതാണ് ജൻവാണി. അടുത്ത കത്ത് വായിക്കാം. മുടങ്ങാതെ കേൾക്കുന്ന പരിപാടികളിൽ ഒന്നാണ് രജനീഗന്ധി സ്പെഷ്യൽ എഡിഷൻ. പഴയകാല ഹിന്ദി ഗാനാസ്വാദകരെ ഗാനങ്ങളുമായി ബന്ധപ്പെടുന്ന അറിയപ്പെടാത്ത പല വിഷയങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ ജനപ്രിയ പരിപാടി. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ അമിതാഭ് ബച്ചനോളം ആരാധകരുള്ള മറ്റൊരു താരം ഉണ്ടായിട്ടില്ല. തലയെടുപ്പുള്ള ശരീരഘടനയും ഒത്ത ശബ്ദഗാംഭീര്യവും അസാധാരണ പ്രകടനവും മറ്റ് നടന്മാരിൽ നിന്നും ഈ സൂപ്പർ ആക്ഷൻ താരത്തെ വ്യത്യസ്തനാക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായ ഡോണിന്റെ പ്രദർശനവേളയിൽ നിർമ്മാതാവിന്റെ മരണവും കൈക്കെ പാൻ ബനാരസ് വാല എന്ന കിഷോർ കുമാർ ഗാനം ഉൾപ്പെടുത്തിയത് ചിത്രത്തിന്റെ വിജയത്തിന് വലിയ നേട്ടമായി എന്നതും പുതിയ അറിവുകളായി. ഹാസ്യഗാനങ്ങൾ പാടിയിരുന്ന പഴയകാല ഗായകനായിരുന്നു മെഹബൂബ്. അക്കാലത്തെ ഹാസ്യ നടന്മാരായ SP പിള്ള, ബഹദൂർ എന്നിവർക്കായിരുന്നു കൂടുതലും പാടിയിരുന്നത്. 22-ാം തീയതിയിലെ സുവർണ സ്മൃതികളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ സായിപ്പേ സായിപ്പേ, കല്യാണ രാവിലെ പെണ്ണിന്റെ വീട്ടിൽ എന്നീ 2 ഗാനങ്ങൾ ആദ്യമായി കേൾക്കുകയാണ്. ഉദയഭാനു, PB ശ്രീനിവാസ്, കമുകറ, AM രാജ എന്നീ അനശ്വര ഗായകരുടെ ഗാനങ്ങളും സുവർണ സ്മൃതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷ തെറ്റിയില്ല. 22-ാം തീയതിയിലെ തമിഴ് വാണിയിലും മനോഹര ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായി. ആരുടെയും മനം കവരുന്നതാണ് സുശീല, സൗന്ദരരാജൻ ഇവരുടെ സോളോ ഡ്യുയറ്റ് ഗാനങ്ങളെല്ലാം തന്നെ. കൂടാതെ SP ബാലസുബ്രഹ്മണ്യം, S ജാനകി, ശീർക്കാഴി ഗോവിന്ദരാജൻ, LR ഈശ്വരി മുതലായവരുടെ ഗാനങ്ങളും ഇതിൽ ഇടം പിടിക്കുകയായി. ഈ എഴുത്ത് എഴുതിയത് ശ്രീധരൻ അവണൂർ. കത്ത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ശ്രീധരൻ അവണൂരിന്റെ എഴുത്താണ് എന്ന് മനസ്സിലാകുന്നു. വളരെ വിശദമായുള്ള എഴുത്താണ് അല്ലേ? അതെ. രജനീഗന്ധി ആണ് പരാമർശിതമായ പരിപാടി. അതിൽ തന്നെ അമിതാഭ് ബച്ചനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. SP പിള്ള, ബഹദൂർ, മെഹബൂബ് എന്നിവരൊക്കെ പേര് പറഞ്ഞു പോകുന്നുണ്ട് അല്ലേ? അമിതാഭ് ബച്ചനെ കുറിച്ച് തലയെടുപ്പുള്ള, നമ്മളിപ്പോൾ ഗുരുവായൂർ കേശവൻ എന്നൊക്കെ പറയുന്നില്ലേ, കുറേ ആനകൾ നിലനിൽക്കുന്നത് തലയെടുപ്പുള്ള ഒരു ആന എന്ന് പറയുന്നത് പോലെ ഏത് കൂട്ടത്തിലും വ്യത്യസ്തനായ ഒരു നടൻ, ഒരു വലിയ നടൻ എന്ന് നമുക്ക് പറയാം അല്ലേ? എല്ലാം കൊണ്ടും ഒരു വലിയ നടൻ, അന്നും ഇന്നും ഒക്കെ അദ്ദേഹം അങ്ങനെ തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശ്രീധരൻ്റെ എഴുത്ത് വളരെ പഠനാർഹമായ ഒരു എഴുത്താണ്. ഏതായാലും ഈ എഴുത്തുശീലം തുടരട്ടെ. ശ്രീധരൻ്റെ എഴുത്ത്, അതുപോലെ മറ്റ് ശ്രോതാക്കളുടെയൊക്കെ എഴുത്ത്, ആ എഴുത്താണ് നമുക്ക് അഞ്ചൽപ്പെട്ടിയെ ഒരു സമ്പന്നമാക്കി മാറ്റുന്നത് അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രോതാക്കളെ അറിയിക്കുവാനുണ്ട്. ഇതുവരെ പറഞ്ഞതൊക്കെയും പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? അല്ലല്ല, അതങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ. ശ്രോതാക്കളുടെ എഴുത്താണല്ലോ നമ്മൾ വായിച്ചത്. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ടത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയാനും ഉള്ള കാര്യങ്ങളാണ്. പ്രോഗ്രാം ഡെസ്കിൽ നിന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് പ്രത്യേകമായി കൊടുത്തയച്ച കാര്യങ്ങളാണ്.
അത് പറയുമ്പോൾ നമ്മുടെ നമ്പർ ശ്രോതാക്കൾ വളരെ ശ്രദ്ധിക്കുക. അഞ്ചൽപ്പെട്ടിയുടെ നമ്പർ മാറിയിട്ടുണ്ട്. അഞ്ചൽപ്പെട്ടിയുടേത് മാത്രമല്ല, ഉച്ചപ്പാട്ട് അയക്കാനും ജൻവാണിയുമായി ബന്ധപ്പെടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ജൻവാണിയുമായി ശ്രോതാക്കൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ എന്നുള്ള നിലക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ? പറയട്ടെ, നമ്പർ പറയട്ടെ. ആ നമ്പർ ആദ്യമായി പറയാനുള്ള ഒരു അവസരം താങ്കൾക്ക് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞോളൂ. ഓ, വളരെ ഔദാര്യപൂർവ്വം അത് സമ്മതിച്ചിരിക്കുന്നു. ശരി, 833-08-08-904. ഒന്ന് പറഞ്ഞോളൂ. 833-08-08-904. അപ്പോൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. ഇനി ഇതാണ് ജൻവാണിയുടെ നമ്പർ. അഞ്ചൽപ്പെട്ടിയിലേക്ക് കത്തയക്കാൻ, SMS പ്രിയഗാനങ്ങളിലേക്ക് കത്തയക്കാൻ, ഉച്ചപ്പാട്ടിന് ഗാനനിർദ്ദേശങ്ങൾ അയക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഈ നമ്പർ ഓർത്തു വെക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 833-08-08-904. അതുപോലെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ജൻവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസണേഴ്സ് ഗ്രൂപ്പ് വാട്സാപ്പിലുണ്ട്. നിലയം തന്നെ മുൻകൈയെടുത്താണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചത്. കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നിലയിൽ നിരന്തരം ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ശബ്ദമാധ്യമമാണ് ജൻവാണി. നിലവിൽ ഗ്രൂപ്പിൽ അംഗങ്ങളല്ലാത്ത എന്നാൽ അഞ്ചൽപ്പെട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അഞ്ചൽപ്പെട്ടിയുടെ നമ്പറിലേക്ക് തന്നെ ഒരു റിക്വസ്റ്റ് അയക്കാം. അപ്പോൾ ജൻവാണി ലിസണേഴ്സ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ശ്രോതാക്കൾക്ക് നേരത്തെ പറഞ്ഞ നമ്പർ, അതായത് 833-08-08-904 എന്ന നമ്പറിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ച് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് എന്നാണല്ലോ അതിൻ്റെ സാരം അല്ലേ? അപ്പോൾ ഒരു അവസരം, ഇപ്പോൾ നമ്മൾ ഉച്ചപ്പാട്ടിൽ പാട്ടയക്കുന്നവർ, SMS പ്രിയഗീതങ്ങളിലേക്ക് പാട്ടയക്കുന്നവർ, ജൻവാണിയുമായി പരിപാടികളുമായിട്ടെല്ലാം പലതരത്തിലും ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാരൊക്കെയാണ് പ്രധാനപ്പെട്ട എന്നല്ല, നമ്മളുമായിട്ട് സജീവമായി ബന്ധപ്പെടുന്ന കുറേ ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ചില ശ്രോതാക്കൾക്ക് തോന്നും എനിക്കും ഗ്രൂപ്പിൽ അംഗമാകണമായിരുന്നു എന്നുള്ള തോന്നലുള്ള ശ്രോതാക്കളുണ്ടാവും. അതിന് അവസരം കൊടുക്കണ്ടേ? അതിൻ്റെ അവസരമാണ് ഈ പറഞ്ഞ നമ്പറിലേക്ക് റിക്വസ്റ്റ് അയക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനിയും ചില കത്തുകൾ ബാക്കിയുണ്ട്, എങ്കിൽ പോലും സമയം ഏതാണ്ടായി അല്ലേ? അപ്പോൾ ഇന്നത്തേക്ക് നിർത്താം. ഏതായാലും പതിവ് പോലെ നമുക്ക് വിലാസം പറയാം. അഞ്ചൽപ്പെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി 90.8 FM, പാനൂർ 670-692. അപ്പോൾ ഇനിയിപ്പോൾ അഞ്ചൽപ്പെട്ടിയുടെ നമ്പർ പറയണം. 833-08-08-904. ഈ നമ്പർ അഞ്ചൽപ്പെട്ടിയുടേതാണ്, ഉച്ചപ്പാട്ടിൻ്റെതാണ്, SMS പ്രിയഗീതത്തിൻ്റെതാണ്, ഒക്കെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് അതൊരിക്കൽ കൂടി പറയാം: 833-08-08-904. അപ്പോൾ അടുത്ത അഞ്ചൽപ്പെട്ടി വേളയിൽ വീണ്ടും ഒരുമിക്കുന്നത് വരെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിടാം. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.